ഇത് 3 ചാക്ക് അവർക്ക് കൊടുക്കാൻ. ഇതാർക്ക് കൊടുക്കാനാ? ഈ കുട്ടിക്ക്. ഈ കുട്ടിക്ക് ഈ സമയങ്ങളാണ് എപ്പോഴും കൊടുക്കണേ? 3:30-4 മണിയാകുമ്പോ കൊടുക്കും. ഈ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ ചെലവ് കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് എന്തോരം പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റും? ശരിക്കും അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഒരൊറ്റ പശുവിൽ നിന്ന് തുടങ്ങി വീടിന്റെ വരുമാന മാർഗമായ ഒരു വീട്ടമ്മയുടെ പശു വളർത്തലാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ എടപ്പറമ്പ് ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മളിപ്പോ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൂർക്കഞ്ചേരി എന്ന സ്ഥലത്ത് ഷീബ ചേച്ചി പശു വളർത്തുന്നിടത്താണ്. ഷീബ ചേച്ചിയുടെ പശു വളർത്തലിന്റെ വിജയം ഈ കാണുന്ന വാഴത്തൊണ്ടാണ്. ഈ വാഴത്തൊണ്ട് കൊടുത്തിട്ട് എങ്ങനെയാണ് ഷീബ ചേച്ചിയുടെ പശു വളർത്തൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുവന്നതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നേരെ കാഴ്ചകളിലേക്ക് പോട്ടോ. ചേച്ചി നമസ്കാരം, പേര് പറയാവോ? ഷീബ സജി. നമ്മുടെ സ്ഥലം പറയാം. ഇവിടെ ഇത് പനമുക്ക്, ഓക്കെ, തൃശ്ശൂർ ജില്ലയിലെ കുർക്കഞ്ചേരി ഡിവിഷൻ. ഓക്കെ. അപ്പൊ എത്ര നാളായിട്ടാ പശു വളർത്താൻ തുടങ്ങിയത്? 20 വർഷമായി. ഓക്കെ. അപ്പൊ ഇവിടെ എത്ര പശു ഉണ്ട് ശരിക്കും ചേച്ചിക്ക്? ഇപ്പൊ 6 പശു, 4 പശുക്കുട്ടികൾ. 4 പശുക്കുട്ടി. പിന്നെ എത്ര ലിറ്റർ പാലുൽപാദനമുള്ള പശുക്കളുണ്ട് ഇവിടെയൊക്കെ? അത് 15 ലിറ്റർ പാല് കിട്ടുന്ന പശുവാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ പാല് കിട്ടിയ പശു. ഗിറിന്റെ ക്രോസ് ഗീർ ക്രോസ് ആണ്. അവൾക്ക് 15 ലിറ്റർ പാല്. ഇതിൽ പശു തൊഴുത്തില് കുട്ടികളെ വളർത്തിയെടുക്കണം. കുറെ കുട്ടികളെ കുട്ടികളെ വളർത്തിയെടുക്കാണ്. ഇപ്പൊ 2 ദിവസം മുൻപ് 2 മൂരിക്കുട്ടന്മാരെ കൊടുത്തു. പിന്നെ ഇപ്പൊ 3 പശുക്കുട്ടികളുണ്ട്. നമ്മുടെ കുട്ടികളെ തന്നെയാണ് വളർത്തിയെടുക്കണത്. 2 പശുക്കളെ പുറമെന്ന് വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മളെ പശുക്കുട്ടികളാണ്. അപ്പൊ ഇവിടെ ജേഴ്സി ഉണ്ടല്ലോ. ജേഴ്സി ഉണ്ട്. നമ്മുടെ 2 ജേഴ്സി ഉണ്ട്. ഫാമിൽ എപ്പോഴും ജേഴ്സിയും കൂടി ഉണ്ടാവണം. HF പശുക്കളുടെ പാലിന് കട്ടി കുറവാണ്. അപ്പൊ ജേഴ്സി പശുക്കളാണ് നമുക്ക് പാല് നല്ല കട്ടിയുള്ള പാലുണ്ടാവണം. ഓക്കെ ഓക്കെ. ഇപ്പൊ ക്രോസ് ബ്രീഡാണ് ശരിക്കും ഇവിടെ ഉള്ളത്. അതെ അതെ. ഇതൊക്കെ HF ബ്രീഡുകളാണ് അവര്. ഓക്കെ ഓക്കെ. ശരിക്കും ചേച്ചി എന്തുകൊണ്ടാണ് ഈ ഒരു പശു വളർത്തലിലേക്ക് വന്നത്? ചേട്ടന്റെ അമ്മ പശു വളർത്തിയിരുന്ന ആളാണ്. അപ്പൊ ആളത് അവസാനിപ്പിച്ചപ്പോ ആ ഒരു പശുന്ന് നമ്മൾ തുടങ്ങിയതാണ്. ഓക്കെ ഓക്കെ. അതേതായിരുന്നു ബ്രീഡ്? ഏതായിരുന്നു? അത് ജേഴ്സി ആയിരുന്നു. ജേഴ്സി ആയിരുന്നു. ജേഴ്സിനോടല്ല കൂടുതൽ. ജേഴ്സിനോട് ഇഷ്ടം. അസുഖങ്ങൾ കുറവാണ് അവർക്ക്. അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇത്തിരി കാലുവേദന അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ നമുക്ക് ജേഴ്സിയോട് കൂടുതൽ ഇഷ്ടമാണ്. പക്ഷെ നമ്മളുടെ ജീവിതമാർഗം ഇതായതുകൊണ്ട് കൂടുതൽ പാലുൽപാദനം HF-നാണ്. അതുകൊണ്ടാണ് ഈ HF-ന് നിർത്തിയേക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ വീടുകളിലാണോ അതോ എങ്ങനെയാ പാൽ വിൽക്കണത്? വീടുകളിൽ ഇവിടെ ഒരു 15 ലിറ്ററോളം പാല് നമ്മൾ വന്ന് വാങ്ങും. ബാക്കി നമ്മൾ സൊസൈറ്റിയിൽ അളക്കണം. നമുക്ക് 50 രൂപ ലിറ്ററിന് കിട്ടും. അപ്പൊ ആ ഒരു പശുവിൽ നിന്ന് തുടങ്ങി. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഒരു പശുവിൽ നിന്ന് തുടങ്ങിയ 3 പശു വരെ ഞാൻ ഒറ്റയ്ക്കാണ് നടത്തിയിരുന്നത്. പിന്നെ ചേട്ടന്റെ ഓട്ടോ ഇലക്ട്രീഷ്യൻ എന്നുള്ള ജോലി രാജിവെച്ച് ചേട്ടനും കൂടി ഈ ഒരു മേഖലയിലേക്ക് വന്ന് ഞങ്ങൾ ജീവിതമാർഗം അതായിട്ട് തെരഞ്ഞെടുത്തപ്പോൾ 1 ലക്ഷം രൂപ നമുക്ക് സബ്സിഡി കിട്ടി തൊഴുത്ത് പണിയാനായിട്ട്. അങ്ങനെ അത് തൊഴുത്ത് 1,20,000 തൊഴുത്ത് പണിതപ്പോൾ അതിനുള്ള സബ്സിഡി കിട്ടി. നമ്മൾ വലിയ തൊഴുത്ത് പണിതപ്പോൾ വീണ്ടും 5 പശുക്കളാക്കി മാറ്റുകയാണ് ചെയ്തത്. തന്നെ കുട്ടികളെ വളർത്തിയെടുത്ത് നമ്മൾ അതൊരു ജീവിതമാർഗമാക്കി എടുത്തു. അപ്പൊ ചേച്ചിയാണ് തുടങ്ങിയത് ശരിക്കും പറഞ്ഞ. പിന്നെ ചേട്ടനും ഇങ്ങോട്ട് കൂടി. അതെ, ചേട്ടനും കൂടി ആ 1 ലക്ഷം സബ്സിഡി കിട്ടിയെന്ന് പറഞ്ഞില്ല. അത് നമുക്ക് കർഷകർക്ക് എങ്ങനെ? അത് ബ്ലോക്കിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്കില് സംഘത്തില് പാലളക്കണവർക്ക് ആനുകൂല്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആ സമയം വരുമ്പോ നമ്മൾ എഴുതി കൊടുക്കണം ബ്ലോക്കില്. അങ്ങനെ എഴുതി കൊടുത്തപ്പോ കിട്ടിയതാണ്. 50,000 രൂപയാണ് സബ്സിഡി. 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് 50,000 രൂപ സബ്സിഡി കിട്ടും. അപ്പൊ അതെങ്ങനെയാ നമ്മൾ ഈ തൊഴുത്ത് പണിത് എങ്ങനെയാണ്? പണിത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. കുടുംബശ്രീയുടെ മോഡലിലാണ് ഈ തൊഴുത്ത്. എപ്പോഴും അവർക്ക് കുടിക്കാനുള്ള വെള്ളം, പിന്നില് ചാണകച്ചാല്, മൂത്രം പോവാനുള്ളത്, അങ്ങനെയൊക്കെയുള്ള അവര് പറയണ മോഡലിലാണ് നമ്മൾ ഈ ഓരോ പശുക്കൾക്കുള്ള ഡിസ്റ്റൻസ് കണ്ട അവിടെ കുറ്റികൾ തറച്ച് അങ്ങനെയാണത്. അത് ആ രീതിക്കാണ് നമ്മളിത് പണിതിരിക്കണം. അല്ലെങ്കിൽ ഒരു പശു ചെരിഞ്ഞ് കെടുക്കുകയാണെങ്കിൽ മറ്റാളും തമ്മിൽ ഇടിയാവോ. ഇവിടെ ഇത്രയും പശുക്കൾക്ക് 5 പശുക്കൾക്ക് ഈ ഒരു സ്പേസിലേക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ പുൽത്തൊട്ടി നമ്മള് സാധാരണ കുറ്റികളെ അവർ ഉദ്ദേശിച്ചത് പുല്ലെടുത്ത് തൊഴുത്തിലേക്ക് കളയണ്ടെന്നാണ്. പക്ഷെ നമ്മളെ കുറ്റികൾക്ക് ഇത്തിരി ഹൈറ്റ് കുറവാണ്. ഇപ്പൊ ഇത് ശരിക്കും കുറച്ചും കൂടി ഹൈറ്റിലാണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്തു വന്നപ്പോ കുറച്ച് ഉയരം കുറഞ്ഞു പോയി. എന്നാലും പുല്ലൊന്നും തൊഴുത്തിലേക്കൊന്നും ഇവക്ക് എത്ര ലിറ്റർ പാലുൽപാദനം? ഈ സൈഡിലൊക്കെ ഒക്കെ 10 ലിറ്റർ മീതെ പാലുൽപാദനമുള്ള പശുക്കളാ എല്ലാവരും. എല്ലാത്തിനും ഈ 10 ലിറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചേച്ചി? നമ്മള് കായത്തൊലിയാണ് കൊടുക്കുക പശുക്കൾക്ക്. അത് നമുക്ക് ഏറ്റവും
അപ്പൊ നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ സ്ഥലപരിമിതിയിൽ നമ്മൾക്ക് എങ്ങനെ ഒരു പശുക്കളെ വളർത്തി ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. നമുക്ക് നിങ്ങൾ കണ്ടറിയാലോ, ഇത്രയും കുറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ 20 വർഷമായിട്ട് അതിനെ വളർത്തി കൊണ്ടുവന്ന് ജീവിക്കണത്. പിന്നെ നമുക്ക് പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് കായ്ത്തൊലി കിട്ടും. അതാണ് നമ്മള് അല്ല, ഇവിടെ ചിപ്സ് വറക്കുന്ന സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് എടുത്തിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് അവർക്ക് തീറ്റ ചെലവ് അധികം വരുന്നില്ല. പെല്ലറ്റ് കൊടുക്കും, അത് കൈസ് സുപ്രീമും അവിൽത്തവിടും മാത്രം നമ്മൾ കൊടുക്കും. ഇതൊക്കെ എന്തോരം കൊടുക്കും ഇവിടെ പാലുൽപാദനം? അത് ഓരോ പശുവിന്റെയും പാലിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ലിറ്റർ പാലിന് 400 ഗ്രാം എന്നാണ് നമുക്ക് ഓരോ ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ സാറുമാർ പറഞ്ഞു തരുന്നത്. ഞാൻ അങ്ങനെയൊന്നല്ല, നമ്മൾ പാലുൽപാദനം കൂടുന്നതിനനുസരിച്ച് കൂട്ടി കൊടുക്കും. പാല് കുറഞ്ഞു വരുമ്പോൾ 7 മാസം കഴിഞ്ഞാൽ ഒരു ഗർഭിണികളാണെങ്കിൽ അത് നിർത്തി പിന്നെ ഗർഭിണികൾക്ക് കൊടുക്കണ തീറ്റ കൊടുക്കും. ഈ കായത്തൊലി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ പെല്ലറ്റ് തവണ അങ്ങനെ ഒന്നും കുറയ്ക്കാൻ പറ്റണം? അത് എന്താ പുല്ലാണോ എന്താണ് കുറയ്ക്കാൻ? അല്ല, പുല്ല് നമുക്കില്ല, പുൽകൃഷി ഒന്നും ചെയ്യാനുള്ള സ്ഥലമൊന്നും നമുക്കില്ല. ഇല്ല, നമ്മള് കായത്തൊലി തന്നെയാണ് 365 ദിവസവും കൊടുക്കുക. അത് കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് പുല്ല് അരിയാൻ പോവുള്ളൂ. കൊള്ളാട്ടോ. വൈക്കോലും കായത്തൊലി മാത്രം. അപ്പൊ ഇത് വർഷങ്ങളായിട്ട് കൊടുക്കാൻ നമ്മൾ ഈ കുഞ്ഞു കുട്ടി വരെ കഴിക്കും. നിങ്ങൾക്ക് കാണിച്ചാലാ ഞാൻ കുറച്ച് കഴിയുമ്പോ. ഇവള് വരെ കായത്തൊലി തിന്നും. ആ ചെറുതിലേ പരിശീലിപ്പിച്ച് കൊണ്ടുവരും നമ്മൾ. ഒരു വയറിന് അസുഖമോ ചെന പിടിക്കാണ്ടിരിക്കലോ ഒന്നും ഇവിടെ ഇല്ല, ഒരു അസുഖങ്ങളും ഇല്ല. ഇങ്ങനെ കെട്ടിട്ടത് ഇരിക്കുന്നതുകൊണ്ടൊക്കെ ചിലവർക്ക് ഒരു കാലുവേദന വരാറുണ്ട്. നമുക്ക് പുറത്തേക്ക് അഴിച്ചുവിടാനുള്ള ഒരു സ്ഥലം കുറച്ചു നേരമൊക്കെ ഫ്രണ്ടിലൊക്കെ കൊണ്ട് കെട്ടുന്നല്ലാതെ നമുക്ക് വേറെ സ്ഥലങ്ങളില്ലാത്തത് കൊണ്ട് അത് മാത്രം, വേറെ ഒരു അസുഖങ്ങളും ഇല്ല അവിടെ. പിന്നെ ഹോമിയോ മരുന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഇംഗ്ലീഷ് മരുന്നല്ല കൊടുക്കുക, മിക്കപ്പോഴും ഹോമിയോ മരുന്ന് മാത്രം. ഒറ്റയടിക്ക് എന്തായാലും നമ്മൾ ഈ പശു വളർത്തലിന് വരുമാനം കിട്ടില്ല, ചില നഷ്ടങ്ങളൊക്കെ വരാം. പിന്നെ അതിന്ന് കവർ ചെയ്ത് എങ്ങനെയാ വന്നത്? ശരിക്കുള്ള വരുമാനത്തിൽ നമുക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം കിട്ടിയത്? അതെ, അപ്പൊ ഒരു പശുവിന് 3 പശു വരെ ഞാൻ തനിയെ നടത്തിയപ്പോ ചേട്ടന്റെ വരുമാനം ഉണ്ടായിരുന്നു എനിക്ക് സപ്പോർട്ടായിട്ട്. പക്ഷെ ചേട്ടനും കൂടി വന്ന 5 പശുക്കള് വന്നപ്പോ നമുക്ക് ജീവിക്കാൻ അത് മതി. 5 പശുക്കളുടെ വരുമാനം ഒരു വീട്ടിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വരുമാനം കിട്ടും. ഈ കായത്തൊലിയും നമ്മുടെ പെല്ലറ്റും അതിൻ്റെതായ രീതിയിൽ കൊടുക്കുക, അവരെ ടൈം ടേബിൾ ആയിട്ട് അവരെ നോക്കുക, അവരെ ശ്രദ്ധിച്ച് അവരെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ, അങ്ങനെ അസുഖങ്ങൾ വരാതിരുന്നാൽ തന്നെ ഒരു ഫാം വിജയത്തിൽ എത്തിക്കാൻ പറ്റുന്നു. ശരിക്കും ചേച്ചി അസുഖങ്ങൾ വരില്ല എന്ന് പറഞ്ഞു കുറെ 2-3 പ്രാവശ്യം. അത് എങ്ങനെയാണ് ചേച്ചി അത് വരാതിരിക്കാന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഞാനിപ്പോ ഒരു 3 വർഷമായിട്ട് ഹോമിയോ മരുന്നുകൾ പ്രതിരോധമായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ കുളമ്പുകേടിനും മറ്റസുഖങ്ങൾക്കൊക്കെ ആശുപത്രിയിൽ നിന്ന് വന്ന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ചെയ്യാറുണ്ട്. അപ്പൊ അസുഖങ്ങൾ കുറയാന്നുള്ളതാണ് ഇതിലത്തെ ഏറ്റവും വലിയൊരു കാര്യം. ശരിക്കും തൈലേറിയ അനാപ്ലാസ്മ, കുരലടപ്പൻ, ഇതിനൊക്കെയുള്ള ഹോമിയോ പ്രതിരോധ മരുന്നുകളുണ്ട്. നമ്മൾ ഓരോ 6 മാസത്തിലും എല്ലാ പശുക്കൾക്കും കൊടുക്കും. അതുമാതിരി ഈസി സുഖപ്രസവത്തിനുള്ള മരുന്നുകളുണ്ട് ഹോമിയോയില്. അപ്പൊ കൂടുതൽ ക്ഷീരകർഷകർ ഹോമിയോ മരുന്നിനെ ആശ്രയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ ഇങ്ങനെ പതുക്കെ അതിന്റെ റിസൾട്ട് വരുള്ളൂ. അതെ, അത് പറഞ്ഞിട്ട് നമുക്ക് ക്ഷമ വേണം എപ്പോഴും. എന്ത് കാര്യത്തിനും ഈ പശു വളർത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ക്വാളിറ്റി വേണ്ടത് ക്ഷമയാണ്. നമ്മളവരെ പുലർച്ചെ 4 മണിക്ക് എല്ലാ 365 ദിവസവും നമ്മൾ എണീക്കണം. രാത്രി 7 മണി വരെ അവരുടെ കൂടെ തന്നെ നടക്കുമ്പോൾ അവരുടെ അസുഖങ്ങൾ, അവരുടെ ഓരോ ഭാവവ്യത്യാസവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ പിടിച്ച എന്തെങ്കിലും പനി ഉണ്ടെങ്കിൽ അവരെ കണ്ടാ അറിയാം, നമുക്ക് അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാ അറിയാം അവരുടെ ക്ഷീണമൊക്കെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെ, ഇപ്പൊ 10 മാസമായി കുട്ടി, അത് 10 മാസമായിട്ടുള്ളവൾക്ക്. അപ്പൊ അവരെയൊക്കെ നല്ല രീതിക്ക് വളർത്തി. അപ്പൊ അവര് കായത്തൊലി കൊടുക്കും. അവർക്ക് അതുപോലെ പുഷ്ടിമ എന്ന് പറഞ്ഞ തീറ്റയാണ് കുട്ടികൾക്ക് കൊടുക്കാൻ ഞാൻ. പുഷ്ടിമ, ആ പുഷ്ടിമ ഒരു 1.5 കിലോ കഷ്ടി കൊടുക്കുള്ളൂ. അപ്പൊ ഈ സമയത്ത് അത് കൊടുത്തിട്ടുള്ള കുട്ടിയാണത്. അതിന് വേറെ ഒരു തീറ്റയും ഒരു അസുഖവും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ നമ്മള് അവരെ ശ്രദ്ധിച്ച് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തല കുളിപ്പിക്കില്ല ഞാൻ പശുക്കളെ. ഇല്ല, ഒരു പശുക്കളെയും തല കുളിപ്പിക്കില്ല. തല കുളിപ്പിക്കുമ്പോ ചെവിയിൽ വെള്ളം പോണതൊക്കെയാണ് പശുക്കൾക്ക് അസുഖം വരാൻ കാരണം എന്നാണ് നമ്മള് ഓരോ ക്ലാസ്സുകൾക്ക് ഞാൻ പോവാറുണ്ട്. പക്ഷെ തല കുളിപ്പിക്കാണ്ട് ഇപ്പൊ കുട്ടിയുടെ ബോഡി കുളിപ്പിക്കും, കയ്യും കാലൊക്കെ കഴുകും, തല കുളിപ്പിക്കില്ല ആരുടെയും. ഇവിടുത്തെ ഒരു തുടക്കുള്ള വല്ല തുണി കൊണ്ട് ചെവിയും മുഖക്കും തുടക്കുന്നല്ലാതെ തല കുളിപ്പിക്കില്ല. ഇവിടെ ഒരാളുണ്ട്, ഇയാളൊന്ന് വീണ് കാരണം കാലിന് കുറച്ചൊരു പ്രശ്നം പറ്റിയ. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഓടും. ജാനി പേരുണ്ടാ? എല്ലാവർക്കും പേരുണ്ട്. ഇത് ജാനിമോള്. ഇവള് പേര് വല്യോളെന്ന് വിളിക്കും. അത് വലിയ പശുവാണല്ലോ, പാവം പശുവാ. അവളുടെ മോനെപ്പൊ കൊണ്ടുപോയുള്ള 2 ദിവസം മുമ്പ്. ഇത് കുഞ്ഞാറ്റ, ഇത് കിങ്ങിണി, ഇത് കുഞ്ഞോള്.
അവളാണ് ഇവിടുത്തെ സാമർത്ഥ്യക്കാരി. ഭയങ്കര സാമർത്ഥ്യ. അവളുടെ അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിലേ ചെറുത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഓരോ സാമർത്ഥ്യങ്ങളൊക്കെ ഉണ്ട് അവൾക്ക്. അല്ല, ചേട്ടനാണ് അതിനെ കറക്ക. അതിന് ഓരോ ഇതുണ്ട്. ഇവരെ രണ്ടുപേരും പുറമെന്ന് വാങ്ങിയതാ നമ്മള്. നല്ല പാല് കിട്ടിയ പശുക്കളാട്ടോ രണ്ടുപേരും. അപ്പൊ അവരെ രണ്ടാളും ചേട്ടൻ കറക്കുള്ളൂ. എനിക്ക് ഇവിടെ വളർത്തിയ പശുക്കളെ ഞാൻ കറക്കുള്ളൂ. അതെ, കുളിപ്പിക്കുകയൊക്കെ ചെയ്യും. കറക്കാൻ എനിക്ക് അത്രയ്ക്ക് പോരാ. നമ്മള് വളർത്തി ഇപ്പൊ ഈ പശു ഇവിടെ ഉള്ളതാ ദേവുട്ടിന്ന് പേര്. ദേവുട്ടിയൊക്കെ നല്ല പശുവാ. നല്ല പാല് കിട്ടിയ നല്ല പശുവാ. 4 പ്രസവം, 4ാമത്തെ പ്രസവം. അപ്പോ ഗർഭിണി 6 മാസം ഗർഭിണി. 6 മാസം. ഇവള് 5 മാസം ഗർഭിണി. ഇവിടെ ഇപ്പൊ എന്താ 2 ചേനയിൽ അങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? 3 ഇപ്പോഴും നമുക്ക് ഒരു ഫാം എന്ന് പറയുമ്പോ ഇപ്പോഴും എല്ലാവരും കറക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് നമ്മൾ എപ്പോഴും ഇവരെ വിറ്റ് പുതിയത് നമ്മൾ അങ്ങനെയില്ല. 6-7 പ്രസവം വരെ നമ്മൾ വളർത്തും. അത് കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. അതെയോ? നല്ല രീതിയിൽ ഹെൽത്തും അവിടെ ഒരു പശുക്കൾക്ക് ഇപ്പൊ അത് 4ാമത്തെ പ്രസവാ വരുന്നത്. അവൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഇനിയും 2-3 പ്രസവം കഴിഞ്ഞിട്ട് അവളെ കൊടുക്കുള്ളൂ. കൂടെ നല്ല തീറ്റയും അത് ഈ കായ്ത്തൊലിയിൽ നല്ല കാൽസ്യാണ്. ഇപ്പൊ ആ കുട്ടി 2ാമത്തെ പ്രസവം ചക്കരാന്ന പേര്. ആ പാണ്ടുള്ളത്. അത് പാണ്ടുള്ളത്. അപ്പൊ അവൾക്ക് എത്ര ലിറ്റർ പാൽ? അവൾക്ക് കഴിഞ്ഞ ആദ്യത്തെ പ്രസവത്തിന് 8 ലിറ്റർ പാല് കിട്ടി. ചേച്ചിയുടെ തൊഴുത്തില് മൊത്തം 10 ലിറ്റർ പാൽ ഉൽപാദനമുള്ള പശുക്കൾ മാത്രമേ ഉള്ളൂ. രാവിലെ മാത്രം. എന്തുകൊണ്ടാണ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? കാരണം അത് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ അവരുടെ ആരോഗ്യം അങ്ങനെയുള്ളത് കൊണ്ടാവാം നമുക്ക് ഇതവരെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 6-7 പ്രസവമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ മാറ്റി കൊടുക്കാറ്. അപ്പൊ ചേച്ചിയുടെ മാർക്കറ്റിംഗ് രീതി എങ്ങനെയാണ്? ഇവിടെ എങ്ങനെയാണ്? പാല് സെയിലുണ്ടോ അതോ മോര് സെയിൽ? എന്താണ് ഇവിടെ കാര്യം? നമുക്ക് പാല് മാത്രം സെയിലുള്ളൂ. തൈര് എന്ന് പറയുന്നത് 1.5 ലിറ്റർ പാല് കാച്ചി തൈരാക്കിയാലാണ് നമുക്ക് 1 ലിറ്റർ തൈര് കിട്ടുള്ളൂ. ആ ഒരു പൈസ നമ്മൾ മറ്റു ആൾക്കാരോട് പറഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടില്ല. നല്ല തൈര് കൊടുക്കുകയാണെങ്കിൽ നല്ല പാല് തന്നെ നമുക്ക് ചെലവാക്കണം. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് പാല് വിൽപ്പനയാണ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ പാൽ ഇളക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ ഒരു 15 ലിറ്റർ പാല് നമ്മൾ 72 രൂപ നമുക്ക് ലിറ്ററിന് കിട്ടും ആളുകൾക്ക് കൊടുക്കുമ്പോൾ. ഈ സൊസൈറ്റിയിൽ നമുക്ക് സൊസൈറ്റിയിൽ 50 രൂപ നമുക്ക് ഓരോ ലിറ്ററിന് കിട്ടും. ഞങ്ങൾക്ക് ലോക്കൽ സെയിലുള്ള സൊസൈറ്റിയാണിത്. ലോക്കൽ സെയിൽ ഇത് ലോക്കൽ സെയിലുള്ള സംഘാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 50 രൂപയും ഓണത്തിന് 2 രൂപ ബോണസും കിട്ടും ഓരോ ലിറ്റർ പാലിനും. ഇപ്പൊ ഞങ്ങൾക്ക് 26,000 രൂപ ബോണസ് കിട്ടിയ ഓണായിട്ട്. പിന്നെ കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം 13,000 ലിറ്റർ പാലളന്നിട്ട് സംഘത്തിലെ 35 ആളിൽ 2ാം സ്ഥാനം കിട്ടി. ഞങ്ങക്ക് 2,250 രൂപ സമ്മാനം കിട്ടി. അപ്പൊ അങ്ങനെ ഈ 5 പശുക്കളിൽ നിന്നാണ്. ഈ 5 പശു എന്ന് പറയുന്നത് ഗർഭിണിയാകുമ്പോൾ നമുക്ക് പാല് കുറയും. ഇത്രയും പേരിൽ നിന്ന് നമുക്ക് അത്രയും പാല് ഉൽപാദനം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വാഴക്കയുടെ തൊണ്ടാണ് ഇവിടെ തമാശക്ക് ആൾക്കാര് പറയും കായത്തലി കൊടുത്ത് പാല് ഉൽപ്പാദിപ്പിക്കണ ഫാമാണെന്ന് പറയും. പക്ഷെ നല്ല കട്ടിയുള്ള നല്ല പാലാണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും നിങ്ങൾക്ക് ഇപ്പൊ എന്തോരം കൊടുക്കും ചേച്ചി? അതിന് ആ കണക്കുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പൊ ഇവർക്ക് ഈ ഇത്രയും പേർക്ക് ഞാൻ 2 ചാക്ക് കായത്തൊലി കൊടുക്കാം. നമ്മുടെ തീറ്റ ചാക്ക് കൊണ്ട് 2 ചാക്ക് കായത്തൊലി കൊടുക്കുള്ളൂ. 3 ചാക്ക് ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഒരു നേരത്തേക്ക് ഒറ്റ നേരം 3 ചാക്ക് കായത്തൊലി ഉണ്ടെങ്കിൽ കാലത്ത് മാത്രം ഭക്ഷണമായി. ഉച്ച തിരിഞ്ഞ് 3 ചാക്ക് ഉണ്ടെങ്കിൽ ഉച്ച തിരിഞ്ഞ് ഒരു ദിവസം 6 ചാക്ക് കായത്തൊലി കിട്ടിയാൽ. അപ്പൊ ഈ അതായത് ചേനയുള്ള പശുക്കൾക്ക് അത് കായത്തൊലി കുറയ്ക്കില്ല. അത് ഫുള്ള് കൊടുക്കും നമ്മള്. പ്രസവിക്കണ വരെ കായത്തൊലിയിൽ കുറവില്ല. പെല്ലറ്റ് കുറയ്ക്കും, കുറയ്ക്കും, സുപ്രീം കുറയ്ക്കും. ചേന വന്നു കഴിഞ്ഞാൽ നമ്മള് പാല് നിർത്തണ്ടേ? 7ാം മാസത്തിൽ പാല് നിർത്തുമ്പോഴേക്കും നമ്മള് പെല്ലറ്റ് കുറയ്ക്കും. എന്തിനാണ്? പുല്ല് വേണ്ട, വൈക്കോലും കായത്തൊലിയും മാത്രം മതി. അതാണ് ഇവിടുത്തെ പ്രത്യേകത, പശുവളത്തിന്റെ പ്രത്യേകത. പിന്നെ കായത്തൊലിക്ക ഇങ്ങനെ പൊളിക്കണ ജോലിക്കാര് തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. അവര് നാട്ടിൽ പോകുമ്പോ മാത്രമാണ് നമുക്ക് പുല്ലരിയേണ്ടി വരുള്ളൂ. അപ്പൊ പുല്ലരിയ ഞങ്ങൾ പാടത്തേക്കും പിന്നെ റെയിൽവേ പാതയുടെ ചുറ്റും നിറയെ പുല്ലുണ്ടാവും. അവിടെ പോകും. നമുക്ക് പുല്ല് വളർത്തലൊന്നുമില്ല. ഈ പശു വളർത്തുക അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ വരുമാനം കണ്ടെത്തുക ചേച്ചി അത് എങ്ങനെ സാധിക്കുന്നു? ഒരു ബിസിനസ് ആയിട്ട് എങ്ങനെ ചേച്ചി കണ്ടെത്തി? അത് പശുവിന് പണ്ട് തൊട്ടേ മൃഗങ്ങളോടുള്ള ഒരു ഇഷ്ടമുണ്ട്. പിന്നെ കല്യാണത്തിന് മുമ്പ് എൻ്റെ വീട്ടിൽ പശുവും എരുമയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് 10 വർഷത്തോളം ഞാൻ പശുവിനെ അമ്മ വളർത്തുന്നത് നോക്കി കാണുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അമ്മ നിർത്തിയപ്പോൾ അതിൽ നിന്ന് തുടങ്ങി മൃഗങ്ങളോടുള്ള ഒരു ഇഷ്ടം തന്നെ മതി. ഇതിനു വേണ്ടി നമുക്ക് ആ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ക്ഷമ. അതെ, നല്ല ക്ഷമ. അവരെ നിരീക്ഷണം, ക്ഷമ വേണം, നിരീക്ഷണം വേണം. എപ്പോഴും അവരെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരുന്നാൽ നമുക്ക് അവരുടെ രോഗങ്ങളെ തുടങ്ങുമ്പോൾ തന്നെ അറിഞ്ഞ് ചികിത്സിക്കാൻ പറ്റിയ
നമുക്ക് അതിലെ ഏറ്റവും വലിയ ഗുണമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നവും. ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് ഇത് എങ്ങനെയാണ് ഒരു ബിസിനസ് ആക്കി മാറ്റിയത്? അതെ, നമ്മുടെ മക്കളെ വളർത്തണം. എന്റെ 2 കുട്ടികളും കണ്ണിന് കാഴ്ചക്കുറവുള്ള കുട്ടികളാണ്. അപ്പൊ അവരെ വളർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇത് അധ്വാനിക്കണം, എനിക്കും കൂടിയും പൈസ ഇല്ല. സ്വന്തമായി ഏൺ ചെയ്യാൻ ഒരു സ്ത്രീക്ക് ഏറ്റവും, ഞാൻ പഠിച്ച ഒരു ജോലിയും കിട്ടിയില്ല, പക്ഷെ ഞാൻ മാത്രം പഠിച്ചിട്ടില്ല, എന്ന് ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിൽ നിന്ന് എനിക്ക് സ്വന്തമായി ഏൺ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. നമ്മുടെ മക്കള് സ്കൂള് വിട്ട് വരുമ്പോൾ നമ്മൾ വീട്ടിലുണ്ട്, അവരുടെ കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, അവർക്ക് വേണ്ടി നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരെ നല്ല മക്കളും ആക്കി വളർത്താനായിട്ട് പശു വളർത്തലും കൂടി എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കുടുംബത്തോടൊപ്പം അതെ, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മയക്കുമരുന്നിനൊക്കെ അടിമയാവുന്നത് അവരുടെ അമ്മ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അമ്മമാരും കൂടി ജോലിക്ക് പോണത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഈ പശു വളർത്തലാവുമ്പോ അവരുടെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മൃഗങ്ങളോടുള്ള താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇത്, അല്ലാണ്ട് ഇതൊരു പ്രൊഫഷൻ മാത്രമായി കണക്കാക്കാൻ പാടില്ല. അവരോടുള്ള ഒരു സ്നേഹം കൂടി ഇതിന്റെ ഒപ്പം വേണം, എന്നാലാണ് നമുക്കത് വിജയിക്കാൻ പറ്റുള്ളൂ. ചേച്ചി അത് ഇഷ്ടം മാത്രം പോരല്ലോ ചേച്ചി, ആദ്യം ഒറ്റ പശുവിന് തുടങ്ങുമ്പോ അത് എങ്ങനെയായിരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ? പെട്ടെന്ന് നമുക്ക് അതിലേക്ക്. അതെ, ആദ്യത്തെ പശുവിനെ അമ്മ തന്നിട്ട് ആ പശു ചത്തുപോയി. ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, പശുക്കളെ കുറിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് കാര്യങ്ങൾ അറിയില്ലായിരുന്നു. പാടത്തേക്ക് വിട്ടിട്ട് ബ്ലഡിൽ കയറുന്ന ഒരു വര വന്നിട്ട് പശു ചത്തുപോയി. ഇനി എന്ത് ചെയ്യും? അമ്മ മദ്രാസിൽ പോയേക്കണം. അമ്മ തിരിച്ചു വരുമ്പോഴേക്കും ഈ പശുവിനെ ഇനി ഇല്ലാന്ന് പറയണ്ടേന്ന് വിചാരിക്കുമ്പോ ആ പശുവിന്റെ കുട്ടീനെ എന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ പശുവിനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും പശു വളർത്തൽ പഠിക്കണം. അപ്പൊ അവർക്ക് കുളമ്പ് കേട് വന്ന്, എനിക്ക് അതൊക്കെ അറപ്പുള്ള ആളായിരുന്നു. പക്ഷെ അവരെ കുളമ്പിലെ പുഴുവിനെ എടുത്തിട്ടും അവരെ ശുശ്രൂഷിച്ചിട്ടും ഞാൻ അവരോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോ അതൊന്നും ഒരു വിഷയമല്ലാതായി. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, നമുക്ക് വീട്ടമ്മ എന്ന നിലയ്ക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം വേണം അല്ലെ? അതാണ് ഏറ്റവും ആവശ്യം. അതിന് പശു വളർത്തൽ സഹായമായി. ഷീബ ചേച്ചി ഇവിടെ പശു വളർത്തുന്നത് വീടിന്റെ ബാക്കിലായിട്ട് ചെറിയൊരു സ്ഥലത്താണ്. ഇതാണ് പശുത്തോട്ട്. ഇവിടെ എൽ ഷേപ്പിലാണ് പണിതേക്കുന്നത്. ഇതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാമോ? അതിപ്പോ ചെറിയൊരു സ്ഥലത്താണ്. അപ്പൊ ഓരോ പശുവിനുള്ള അപ്പൊ ഇവര് അടിച്ചു കഴുകണ വെള്ളമൊന്നും പോവാൻ നമുക്ക് സ്ഥലമില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ചാലിലേക്ക് ആദ്യം വീഴും, ആ ഒരു പോർഷനിലാണ് അടിച്ചു കഴുകണ വെള്ളം വീഴുന്നത്. അവിടെ നിന്ന് 6 റിങ്ങുള്ള ഈ സ്ഥലത്തേക്കാണ് വെള്ളം പോണത്. അത് 6 റിങ്. അപ്പൊ ഇത് പണിയാനും ഞങ്ങക്ക് 12,500 സബ്സിഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. സമ്മിശ്ര കൃഷിക്കുള്ള ഇത് കിട്ടിയപ്പോ തന്നിട്ടുള്ളതാണത്. അത് കഴിഞ്ഞ് ഈ വെള്ളം ഈ പറമ്പ് കഴിഞ്ഞ് അപ്പുറത്തെ പറമ്പിൽ ഒരു ഇക്കാന്റെ പറമ്പിലേക്കാണ് ഇത് പോണത്. ഐക്കയുടെ സഹായം കൊണ്ട് കൂടിയാണ് നമ്മൾ പശു വളർത്താൻ നമുക്ക് പറ്റണത്. ഐക്കയുടെ പറമ്പിലേക്ക് പോകണം, അവിടെ പുല്ല് വളരുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് പുല്ലരിയും. അപ്പൊ ഐക്കും നല്ലത്, നമുക്കും നല്ലത്. പിന്നെ ഇവിടെ ചാണകം കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, ഇത് വിൽക്കുന്നുണ്ടോ ചേച്ചി? ചാണകമാണ് എന്നെ പോലുള്ള പല ക്ഷീരകർഷകരുടെയും പ്രശ്നം. അതെല്ലേ, അത് ആരും കൊണ്ടുപോകാനില്ലാതെയും ഒക്കെ നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ കൃഷിഭവനിലൊക്കെ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്നൊക്കെ വരും. എന്നാലും ചാണകം വലിയൊരു ബുദ്ധിമുട്ട്. ചേച്ചി അപ്പൊ ഇത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും? ചേച്ചി എത്ര രൂപ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു? 15 രൂപ കിട്ടിയാ വിൽക്കാം. നമുക്ക് ചെറിയൊരു വരുമാനം. ആ ചാക്ക് വാങ്ങാൻ എങ്ങനെയുള്ള പൈസ നമുക്ക് കിട്ടണല്ലോ. അപ്പൊ ചാണകം ആവശ്യമുള്ള ഒരു ചേച്ചിനെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പർ ഞങ്ങൾ ചാനൽ ഇടുന്നതായിരിക്കും. അപ്പൊ ഈ കാണുന്ന തൊഴുത്ത് വന്നിട്ട് എത്ര നാളായി? 10 വർഷം, 2015. ഇതിന് റൂഫൊക്കെ നല്ല ഹൈറ്റിലാണ് പണിതേക്കുന്നത്. അതെ, റൂഫ് ഹൈറ്റിലാണ്. ചുറ്റും മതിലില്ല, ചുറ്റും ചുമരുകളില്ല. നല്ല വായു സഞ്ചാരം വേണം പശുക്കൾക്ക് എപ്പോഴും എന്നാണ് പറയണത്. അപ്പൊ ചൂട് കുറവാണ്. ഇനി പുളിമരത്തിന്റെ ചൂടിലും ഒക്കെ കൂടി നല്ല ചൂട് കുറവാണ്. എന്നാലും ഫാൻ ഇട്ട് കൊടുക്കും. HF പശുക്കളായതുകൊണ്ട് ചൂട് അതുകൊണ്ട്. ഇതിപ്പോ എത്ര ഹൈറ്റ് ആണ് ചേച്ചി? 15 അടി ഉയരത്തിലാണ്. ഇതാണ് ആദ്യം ഫസ്റ്റ് വേണത്. അതെ, പിന്നീട് അതെടുത്ത് അതിനും 25,000 നമുക്ക് ബ്ലോക്കിൽ നിന്ന് കിട്ടി. ഞാൻ സബ്സിഡികൾ എപ്പോഴും നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ മേടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓരോ ക്ഷീരകർഷകരും അറിയാതെ പോണ്ടവർ കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മളെപ്പോഴും സംഘവുമായി ബന്ധപ്പെടണം. നമ്മൾ പാലളക്കുന്ന സംഘവുമായി ബന്ധപ്പെട്ട് അവിടെ പറയും ബ്ലോക്കിൽ സബ്സിഡികൾ വരുന്നുണ്ട്, നിങ്ങൾ അപേക്ഷിക്കണം എന്ന് പറയും. ഇപ്പൊ ഓൺലൈൻ വഴിയാണ്, ആർക്കും എപ്പോഴും ചെയ്യാൻ പറ്റും. ഫോണിൽ ഇരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, പോവും കൂടി വേണ്ട. ചേച്ചി അപ്പൊ ഏത് സൈറ്റിലാണ് ചേച്ചി? ഞാനിപ്പോ ക്ഷീരശ്രീ പോർട്ടലിൽ കേറിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കിനിപ്പൊ കിട്ടില്ല, എനിക്ക് തന്നു കഴിഞ്ഞല്ലോ. ഒരുപാട് സബ്സിഡികൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു 3 വർഷം കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ഓരോ സബ്സിഡി കഴിയുമ്പോഴും നമുക്ക് കിട്ടി കഴിയുമ്പോഴും 3 വർഷം കഴിയണം. അതിനിടയിൽ അടുത്ത കർഷകർക്ക് വേണ്ടി അവർ കൊടുക്കും.
ചേച്ചി ഇവിടെ പശുക്കൾക്ക് കായത്തൊലി കൊടുക്കാൻ പോവാണ്. അതായത് ഈ ചാക്കിലുള്ള കൂടി ഈ വട്ടയിലാണോ കൊടുക്കുന്നേ? അല്ല, അത് കുഞ്ഞിന്. ഈ കുഞ്ഞിനാണോ? അവർക്ക് പുല്ലിനേക്കാളും ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്ത്. അതെ അതെ, എടുക്കുമ്പോഴേക്കും അത് കഴിച്ചു തുടങ്ങും. അപ്പൊ എത്ര നാളായിട്ട് ചേച്ചി ഈ കായത്തൊലി കൊടുക്കാൻ തുടങ്ങി? കായത്തൊലി തുടങ്ങി 5 വർഷം കഴിഞ്ഞില്ലേ? 5 വർഷമൊക്കെ കഴിഞ്ഞില്ലേ? അതെ, പശുക്കളെ പാടത്തേക്ക് വിടാറുണ്ടായിരുന്നു. നമ്മൾ പാടത്ത് പോയിട്ട് തിന്നാറുണ്ടായിരുന്നു. പക്ഷെ പാടത്തേക്ക് പോവാൻ മതില് കെട്ടോടുകൂടി നമുക്ക് പോവാൻ പറ്റാതെ. അപ്പൊ പാടത്തേക്ക് വിടാൻ പറ്റില്ല പശുക്കളെ. നമുക്കാണെങ്കിൽ പുല്ല് വളർത്താൻ സ്ഥലമില്ല. അപ്പോഴാണ് എല്ലാവരും കായത്തൊലി കൊടുക്കാറുണ്ട് എന്നുള്ള ഒരു അങ്ങോട്ട് കുറേശ്ശെ കൊടുത്ത് നമ്മൾ പരിശീലിപ്പിച്ച് കൊണ്ടുവന്നവരെ. ഒറ്റയടിക്കല്ല, കുറേശ്ശെയോ ഇത് കണ്ട ആരും പെട്ടെന്ന് കായത്തൊലി കൊടുക്കരുത്. അത് കുഞ്ഞിതിലേ തൊട്ട് അവരെ ശീലിപ്പിച്ച് കൊണ്ടുവരണം. അല്ലെങ്കിൽ നമ്മൾ ആ തുടക്കത്തിൽ ഇപ്പൊ അവരെ പുറമെന്ന് വാങ്ങിയതാ ഇവളെയും. പക്ഷെ അവര് നമ്മളിവിടെ കൊണ്ടുവന്ന് 1 വട്ടയോ 2 വട്ടയോ കൊടുത്ത് പിന്നെ അരച്ചാക്കിലേക്ക് മാറുകയാണ്. അപ്പൊ മൊത്തത്തിൽ പുല്ലങ്ങ് ഒഴിവാക്കി. ഓക്കെ, സൂപ്പർ, അടിപൊളി. ഇത് 3 കൊടുക്കാനുള്ളോ ഇവർക്ക്? ഇത് 3 ചാക്ക് അവർക്ക് കൊടുക്കാൻ. ഇതാർക്ക് കൊടുക്കാനായി? ഈ കുട്ടിക്ക് ആദ്യം അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവര് തന്നെ തട്ടിയിടൂല്ലേ? അവർക്ക് ആദ്യം മാവേലിക്ക് ആദ്യം നോക്കണം, അവൾക്ക് ഇവർ നോക്കി ഇത് ശീലമായണ്ടാ തോന്നുന്നേ. അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടം. തിന്നാൻ വേണ്ടിയുള്ള ടെൻഡൻസി, കാലും കീട്ടടിച്ച്. ഈ സമയങ്ങളാണ് എപ്പോഴും കൊടുക്കണേ? 3:30-4 മണിയാകുമ്പോ കൊടുക്കും. എല്ലായിടത്തേക്ക് പോകണ്ട ഞാൻ നേരത്തെ കൊടുക്കും. അപ്പൊ പുല്ല് വെട്ടേണ്ട സമയം ഉണ്ടാവും? പുല്ല് വെട്ടണ്ടല്ലോ, ഇതില്ലെങ്കിൽ മാത്രം പോവും. ഇന്ന് രാവിലെ ഞങ്ങള് പോയിണ്ടായിരുന്നു കേട്ടാ. ചേച്ചി ഇപ്പൊ പറഞ്ഞു എവിടെയെങ്കിലും പോവാനായിട്ട് പോകുന്നു പറഞ്ഞു. സാധാരണ നമുക്ക് ക്ഷീരകർഷകർക്ക് അങ്ങനെ സാധിക്കുന്നില്ല. ഞാൻ പോവും, എല്ലായിടത്തേക്കും പോവും. അതെയോ? അതെങ്ങനെ ചേച്ചി സാധിക്കുന്നത്? ഞങ്ങളുടെ ടൈം ടേബിൾ പോലെ പണികളെടുത്ത് ഇവരെ പിന്നെ പാടത്തൊന്നും കൊണ്ട് കെട്ടി അഴിച്ചു കൊണ്ടിരുന്നും വേണ്ടല്ലോ. ഈ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ നേരത്ത് കറക്റ്റ് സമയത്ത് തീറ്റ കൊടുക്കുക. അത് അവരുടെ 7 മണിയാകുമ്പോഴേക്കും തീറ്റ അവസാനിപ്പിച്ചിരിക്കും ഒരു പശുവിന്റെ. എന്നാലും അവർക്ക് അയവെട്ടാനൊക്കെ ഉള്ള, അവർക്ക് തിന്നത് അയവെട്ടാനുള്ള സമയം നമ്മൾ കൊടുക്കണം. എപ്പോഴും തീറ്റ കൊടുത്തോണ്ടിരിക്കണ്ട. 5 മണിക്ക് തുടങ്ങിയിട്ട് 4 മണിക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് 7 മണി വരെ ഉണ്ട്. പക്ഷെ അതിന്റെ ഇടയിലൊക്കെ എനിക്ക് ഇതിപ്പോ ഈ മാക്സി വരെ ഞാൻ തയ്ക്കണതാ. എന്റെ ടൈലറിങ് ഉണ്ട്, ടൈലറിങ് ഉണ്ട്. പിന്നെ മുകളിൽ പച്ചക്കറി കൃഷി ഉണ്ട്. നമ്മള് എന്തൊക്കെ സമയങ്ങളുടെ ഇടയിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. ചേട്ടന്റെ പേരെന്താണ്? സജീവൻ. ചേട്ടൻ ഒപ്പുണ്ട്. ചേട്ടനുള്ളത് കൊണ്ട് കൂടിയാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ചേട്ടനാണ് കായത്തൊലിയൊക്കെ വണ്ടിമ പോയി എടുത്തിട്ട് വരിക. ഇറങ്ങിട്ട് ഡെയിലി അപ്പൊ എല്ലാ ദിവസവും എടുത്തോണ്ട് വരും ഇത്? കാലത്ത് ഡെയിലി എടുക്കും. ചേച്ചി ഇങ്ങനെ പശു വളർത്തൽ തുടങ്ങിയാണ് ചേട്ടൻ ഒരു ആശ്വാസമായില്ലേ? ചേട്ടനും കൂടി ചെയ്യും. ഞങ്ങളുടെ ജോലി ഇതായി. വർക്ക്ഷോപ്പിലേക്ക് പോയിട്ട് ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതമാർഗം ഇത് പശു വളർത്തൽ വന്നത് തന്നെയാണ് ഞങ്ങൾക്ക് ഗുണം. ഞങ്ങളുടെ സ്വന്തം കവർ പാലൊക്കെ ഉണ്ടായിരുന്നു. കൊറോണ വന്നപ്പോ നിർത്തിയതാ. അങ്ങനെ നിർത്തിയതല്ലേ? എന്തിനും ഫാമിന് പേരുണ്ടാ? മോളുടെ പേര് അതിന്റെ കവറൊന്നുമില്ല മാത്രം. കവർ തൈരിന്റെ കവർ വെറുതെ കെട്ടി കിടക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും 1 ലക്ഷം രൂപ പാല് കിട്ടുന്നു ഒരു മാസം. സൊസൈറ്റിയിലും ഞങ്ങള് തീറ്റ കൊടുത്ത് തീറ്റ ചെലവൊന്നെങ്കിലും 1 ലക്ഷം രൂപ പാല് കൊടുക്കും. അതെ അതെ, ചെലവ് കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് എന്തോരം പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റും. ശരിക്കും അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഒരു ജോലിക്ക് പോണേക്കാളും നല്ലതാണ്. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഒരു കടയിൽ പോവേ, ഒരു പെണ്ണുങ്ങള് ഏത് സ്ത്രീകൾ അങ്ങനെയൊക്കെ പോലെ അതിനൊക്കെ നല്ലതാണ് നമുക്കൊരു പശു. പണിയുണ്ട്, പണി ചെയ്യണം. പക്ഷെ ഞങ്ങൾക്ക് അസുഖങ്ങളും ഒക്കെ കുറവാണ്. എന്തിനു പറയണു, കൊറോണ വരെ ഞങ്ങളെ ബാധിച്ചില്ല എന്ന് തന്നെ പറയാം. വ്യായാമം കൂടിയല്ലേ? അതെ അതെ, നല്ലൊരു വ്യായാമല്ലേ. 4 മണിക്ക് എണീക്കൽ എന്നുള്ളത് നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയുള്ള കാര്യമാണ്. ഒരു ലീവില്ലല്ലോ, അതുകൊണ്ട്. അല്ലാതെ വേറൊരു പ്രശ്നമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ പണ്ടത്തെ കാലത്ത് തൊഴുത്തതേ വീടിനോട് ചേർന്ന് കെട്ടിയേക്കണം. അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്തേക്കണേ. പശുക്കളുടെ നോട്ടം അവിടെ എത്തൂല. അതെ, അത് നമുക്ക് അകത്തിരുന്നും കേൾക്കാം. അല്ലെങ്കിൽ അവരൊരു ശബ്ദത്തിന്റെ വ്യത്യാസം, അല്ലെങ്കിൽ അവരൊന്ന് വീണു, ഇതൊക്കെ നമുക്ക് അവിടെ ഇരുന്ന ശബ്ദങ്ങൾ കേൾക്കാം.
ഇപ്പൊ എന്ന് പറയുന്നത് ഫാം ഒരു സ്ഥലത്തും ജോലിക്കാര് വേറെ സ്ഥലത്തൊക്കെയാണ്. വണ്ടി വന്നിട്ട് സൗണ്ട് കരയും. കായത്തലി വന്ന് വരണത് അറിയാം അവർക്ക്. അതെയോ? കായത്തലിയും കൊണ്ട് വരണ കറക്റ്റ് അറിയാൻ അവർക്ക് അറിയാം. ബൈക്ക് വരുമ്പോ അവര് കരയും. അതെ കരയും. കാര്യങ്ങൾ അറിയാലോ, നമ്മൾ അവരുടെ കറക്റ്റ് നിരീക്ഷിച്ചതല്ലേ അവരുടെ കാര്യങ്ങളാ എന്താണ് എന്തെങ്കിലും എന്താ പറയാ അതിനെ കുറിച്ച് കൂടുതലൊക്കെ പഠിച്ചിട്ട് ചെയ്തല്ലേ? അതെ, നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും അതിന് ക്ലാസ്സുകൾ ഞാൻ കിട്ടാവുന്ന ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളവും കഞ്ഞിയൊക്കെയാണ് ഞാൻ കൊടുത്തിരുന്നത് ആദ്യം. പക്ഷെ അപ്പോഴൊക്കെ അസുഖങ്ങൾ, വയറിന് അസുഖം, ദഹനക്കുറവ്. പക്ഷെ ഈ നമ്മൾ അതൊന്നും ഇല്ലാണ്ട് പെല്ലറ്റ് ചെറിയൊരു വെള്ളം ഒഴിച്ച് പൊടി പൊടി പോലെ കൊടുത്തു തുടങ്ങി പിന്നെ വയറിന് അസുഖം ഇല്ലാതെയായി. നമ്മൾ കുറെ കഞ്ഞിയൊന്നും കൊടുക്കില്ല. ഇല്ല. അതൊക്കെ അവർക്ക് മോശമാണെന്നാണ് എനിക്ക് മനസ്സിലായേക്കണത്. അപ്പൊ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും എപ്പോഴും. സാറുമാർ നടത്തണ ഡയറി ഡിപ്പാർട്ട്മെന്റ് ആയാലും മൃഗസംരക്ഷണ വകുപ്പൊക്കെ നടത്തണ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഓരോ പരീക്ഷണങ്ങൾ നടത്തി എത്തിയത്. അപ്പൊ ചേച്ചിയുടെയും ചേട്ടന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് നന്ദി പറയും. ഇനിയും പശു വളർത്തുന്ന നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പൊ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. നമ്മുടെ പശുക്കളെ കുറിച്ച് മാത്രമാണ് അതിൽ പ്രതിപാദിക്കണത്. ആ ചാനലിന്റെ പേര് ജീവനും ജീവനോപാധിയും എന്നാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ചേച്ചിയുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഷിബ ചേച്ചിയുടെ പശു വളർത്തലാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, അതുകൊണ്ട് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.